ചിക്കൻ ആൽഫ്രെഡോ ബൈറ്റ്സ് ഇഫ്താർ സ്പെഷ്യലായിട്ട് കുറച്ച് വെറൈറ്റി ഫില്ലിങ്ങിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പി കാണാം. ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റ് അടിപൊളിയാണ്. മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് ചൂടാൻ വെക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഓയിലൊന്ന് ചൂടായിട്ട് വന്നാൽ ഒരു സവാള, ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും, 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, ഇത് മൂന്നും കൂടെ ഒന്ന് നല്ല സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് പൗഡേഴ്സ് ചേർത്ത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ്, 1/4 ടീസ്പൂൺ ഒറിഗാനോ, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇനി ചെറുതായിട്ട് കട്ട് ചെയ്ത ക്യാപ്സിക്കും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ പീസസും കൂടെ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഫില്ലിങ് റെഡിയായി, ഇത്രയേ ഉള്ളൂ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിന്. അപ്പോൾ ചിക്കന് സാധാരണ ഫ്രൈ ചെയ്യും പോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റായിട്ട് വന്നാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് അതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് പാല്, പശുവിൻ പാൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മൈദ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും. ഇനി ഇതിലേക്ക് പൗഡേഴ്സ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ്, 1/4 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1/4 ടീസ്പൂൺ തന്നെ ഒറിഗാനോ. ഇനി ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും. ഇനി ഒരു സ്ലൈസ് ചീസ് അല്ലെങ്കിൽ കുറച്ച് മോസറല്ല ചീസ് ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്. അപ്പോൾ ഇതുപോലെ നല്ലൊരു ക്രീമി വൈറ്റ് സോസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കൻ്റെ മസാല ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മാത്രം. അപ്പോൾ ചിക്കൻ ആൽഫ്രെഡോ ബൈറ്റ്സിൻ്റെ വൈറ്റ് സോസ് മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു വെറൈറ്റി മസാലയാണ്. ഇനി ഒരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ എടുക്കുക. അത് ഞാൻ മെൽറ്റ് ആക്കിയിട്ടില്ല, കുറച്ച് നേരത്തെ പുറത്ത് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തും, ഒരു 1/4 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചതും കൂടെ നല്ലോണം മിക്സ് ആക്കി എടുത്താൽ ഗാർലിക് ബട്ടർ ആയിട്ട് കിട്ടും. ഇനി ചിക്കൻ ആൽഫ്രെഡോ ബൈറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ബണ്ണാണ് എടുത്തത്. അത് 2 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബ്രെഡ് സ്ലൈസ് എടുക്കുക അല്ലെങ്കിൽ കുബൂസ് എടുക്കുക. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് നേരത്തെ ഉണ്ടാക്കി ഗാർലിക് ബട്ടർ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഗാർലിക് ബട്ടർ ഞാൻ മൊത്തത്തിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലാണ് നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടത്. അത് നല്ലൊരു ക്രീമി ഫില്ലിങ് ആയതുകൊണ്ട് തന്നെ നല്ലോണം ഒട്ടി വെക്കും. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ വെച്ച് കൊടുക്കുക. ഇത് 12 എണ്ണത്തിന് ഉണ്ടാക്കേണ്ട ഒരു മസാലയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ മോസറല്ല ചീസാണ് വെച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ മസാല ഉണ്ടാക്കാൻ ടൈം ഇല്ലെങ്കിൽ വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ട് ഗാർലിക് ബട്ടർ തേച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വൈറ്റ് സോസ് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്ത ചിക്കൻ പീസസ് വെച്ചാലും മതിയിട്ട്. എന്നിട്ട് ഇതുപോലെ മോസറല്ല ചീസും പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും ഒറിഗാനും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ ആൽഫ്രെഡോ ബൈറ്റ്സ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യുന്നത് ഞാനിപ്പോൾ ഓവനിലാണ്. പക്ഷേ ഇതിന് ഓവൻ്റെ ആവശ്യമില്ല. ഇതിന് വേവാനൊന്നും ഇല്ലല്ലോ. ബണ്ണ്, ബ്രെഡ്, കുബൂസ് എടുക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ചീസ് മെൽറ്റാകാൻ മാത്രം മതി. അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്ക് നല്ലോണം ചൂടായ പാനിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് കവർ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ചൂടാക്കിയെടുക്കുക. ഓവനിലാണെങ്കിൽ 160 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 5 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ കാണാനും നല്ല മഞ്ചാണ്. മസ്റ്റ് ട്രൈ ആണ്. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസ് വ്ളോഗ്സ് ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.